ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഇന്ന് നമ്മുടെ ആലപ്പുഴ തങ്ങളുടെ ജന്മദിനമാണല്ലോ. മുത്തുനബിയെ കുറിച്ച് ഞാൻ കുറച്ചു കഥ പറയാം. ഹിജ്റയുടെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാന്റെ കഥയാണിത്. എൻ്റെ കഥയുടെ പേര് ഹബീബിന് എന്ത് പറ്റി. അതാ കാബയുടെ പരിസരത്തുള്ള ആൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്ന് അറിയാമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾ വെറും 38 പേരിൽ മാത്രമുള്ള സമയമാണത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കലി മൂത്ത ശത്രുക്കളിലെ ഉതുബാദുഷ്ടൻ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആണി തറച്ച ചെരുപ്പെടുത്ത് ആണടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണു. വിശ്വാസത്തിന്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചുപോയി എന്ന് കണ്ട് ഉറ്റവർ തങ്ങളെ ഭാര്യയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉമ്മയും ഉപ്പയും ഒക്കെ വിളിച്ചു നോക്കി. കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എൻ്റെ ഹബീബിനെ എന്ത് പറ്റി? ബജാറോട് നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് ആ രാത്രി രസിച്ചില്ല. നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അത് പലതും പറഞ്ഞു നോക്കി. പക്ഷെ മകൻ സമ്മതിച്ചില്ല. ഇല്ല, എൻ്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതരെ ഉണ്ടെന്ന് വിവരം കിട്ടിയതോടെ തങ്ങളോട് അങ്ങോട്ട് എടുത്തുകൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങളുടെ വികൃതമായ മുഖം കണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാരനിർഭരമായി വാരി പുണർന്നു. എന്നിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ, അങ്ങേക്ക് വല്ലതും പറ്റിയോ? അതായിരുന്നു അപ്പോഴും എന്നെ ചോദിച്ചു. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും ആക്കി ചേർക്കാൻ കഴിയാത്ത വിധം അലിഞ്ഞു ചേർന്ന ഹബീബിന്റെയും മെഹബൂബിന്റെയും ആ ജീവിതം എന്ത് സുന്ദരമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായോ? അവരെ പോലെ നമ്മുടെ ഹബീബിനെയും പ്രിയമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ.